ഞാനിതിന് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അറ്റയറോ അല്ലെങ്കിൽ അവരുടെ ഒരു പർട്ടിക്കുലർ ഇതല്ല, അത് ഫുള്ളായിട്ടുള്ളൊരു പുട്ടപ്പ് ലുക്കാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഒബ്വിയസ്ലി അയാളുടെ പേഴ്സണാലിറ്റി തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഐസ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ക്ലോതിങ്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസും. ഭയങ്കരമായിട്ടും ഒരു വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അറ്റയർ ഒന്നും ഇട്ടില്ലെങ്കിലും സാധാരണ ഒരു അറ്റയർ ആണെങ്കിലും അതിനെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡ് ഔട്ട് ആവുന്ന ഒരു ലുക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് സ്റ്റോണിനകത്ത് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് കേട്ടോ. ഇപ്പം ഞാനൊരു മിനിമലിസ്റ്റ് ആണ്. ഇപ്പം അതുപോലെ മിനിമലിസ്റ്റ് ആയിട്ടുള്ളവർക്കും അതല്ല ഒത്തിരി ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിലും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷനാണ് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നമ്മുടെ പോപ്സ് ആക്സസറീസിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം നമുക്ക് ഈക്വലി, അതായത് വെസ്റ്റേൺ അറ്റയേഴ്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, കാഷ്വൽ എത്നിക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, ഈവൻ സാരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അതിനകത്തെ ഒരു സംഭവമാണ്. ഇത് റോസ് സ്റ്റോൺ ആണ്. അതിന് മുന്നേ റോസ് സ്റ്റോണിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. റോസ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകട്ടായിട്ട് വരുന്ന സ്റ്റോണാണ്. അതായത് ഈ സ്റ്റോണിനെ വളരെയധികം പോളിഷ് ചെയ്ത് നന്നായിട്ട് ഫേസിറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ജെം സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് അൺകട്ടായിട്ട് വരുന്ന റോസ് സ്റ്റോൺസിനെയാണ് റോസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഐ മീൻ അൺകട്ടായിട്ട് വരുന്ന സ്റ്റോൺസിനെയാണ് നമ്മൾ റോസ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. ഇപ്പോൾ ഞാൻ വേറെ ചെയ്തിരുന്നത് 2515 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കോഡിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. വൈറ്റ് പേളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ, ഇതൊക്കെ ആക്ച്വലി ഒരെണ്ണം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് റോസ് സ്റ്റോൺ രണ്ടിനകത്തും ഈ ഒരു സ്റ്റോൺസും രണ്ട് ഡിഫറെൻറ്റ് ഷേപ്സിലായിരിക്കും. അതിൻ്റെ കട്ട്സ് ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് 2501 ആണ്. ഇത് ഞാനിപ്പം കാതി വെക്കുമ്പോൾ ഈ ഒരു അളവിനാണ് അത് വരിക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രഡീഷണൽ ആയിക്കോട്ടെ, ഇൻഡോ വെസ്റ്റേൺ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കൂടെ പോകും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് 2455 ആണ്. ഇതെല്ലാം 600 റുപ്പീസിന് താഴെ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ വൺസ്. അടുത്തത് വന്നിരിക്കുന്നത് ഇതുണ്ട്, നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ സ്റ്റോണാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ചുറ്റും പേൾസാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ ആയിട്ടാണ് വരിക. ഇത് കുറച്ചും കൂടെ ലോങ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനെ വരും. ലെങ്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അടുത്തതും ഇതുപോലെ. ഇത് ഞാൻ പലപ്പോഴും ഇതിലേക്ക് ചെറുതൊക്കെ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, ബിക്കോസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു കളക്ഷനാണ്. ഇതിങ്ങനെയാണ് വരുന്നത്. ഒരു സൈഡ് മാത്രം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു സൈഡ് ജസ്റ്റ് വൺ വരുന്നത്. അടുത്ത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടോ, ഇതുപോലെ വരും വെച്ച് കഴിഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞ പോലെ സാരിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയാണ്. ഈ സ്റ്റോൺ കണ്ടോ നിൽക്കുന്നത്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട്. ഇതിൻ്റെ കോഡ് വരുന്നത് 2444. നമ്മൾ വീഡിയോയിൽ തന്നെ കോഡ്സ് കൊടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നെക്സ്റ്റ് ഇതാണ്. ഇതൊക്കെ നമുക്കിനിപ്പം ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നതാണ്. അടുത്തത് ഒരു ബ്രൗൺ കളർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹൂപ്സ് ഒക്കെ ഇടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ പേളും ഈ ഒരു റോസ് സ്റ്റോൺ കൂടി വരുന്ന ടൈപ്പ്. ഇതിൻ്റെ കോഡ് 2513. നെക്സ്റ്റ് വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാട്ടോ. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. എനിക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ കുത്തുന്ന ബ്രോച്ചിൻ്റെ ഒരു സ്റ്റൈലുള്ളതുപോലെ തോന്നും. അതുപോലെ നല്ല ഭംഗിക്ക് വൈറ്റ് കളർ പേൾസ് ഒക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അമ്മച്ചിമാർ മാത്രമല്ല കേട്ടോ, എല്ലാത്തവരും ബ്രോച്ച് കുത്തും. പക്ഷേ ആ ഒരു ഇതിൽ പറഞ്ഞേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഇച്ചിരി ലോങ് ആയിട്ടാണ് വരിക. ഇതിൻ്റെ ലെങ്ത് ഞാൻ കാണിക്കാം. എനിക്കിത്ര ഈ ഒരു ടൈപ്പിലാണ് വരിക. നെക്സ്റ്റ് ഇതുപോലെ വരും, ബ്ലൂ കളർ. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഒറ്റയൊരു നല്ല ഭംഗിക്ക്, ഇത് ഒത്തിരി ഇതുമല്ല എന്നാൽ ഒരു ചെറിയൊരു ഡ്രോപ്പ് പോലെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 ആണ്. നെക്സ്റ്റ് വരുന്നത് ഇത് 2487. ഓക്കെ, ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ്. 2 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ആവുന്നത്. ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. പ്രത്യേകിച്ചും നമ്മുടെ ആക്സസറീസ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പീസിനല്ല അവിടെ റേറ്റ് വരുന്നത്, വെയിറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ പീസ് മാത്രം ആ ഷിപ്പിംഗ് എമൗണ്ട് കൊടുത്തിട്ട് ഒരിക്കലും മേടിക്കരുത്. അതിനകത്തേക്ക് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റിൻ്റെ ഷിപ്പിങ്ങിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് കോസ്റ്റ് ആക്സസറീസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. താങ്ക് യു.